ഒരു പിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആഗമനകാലം. വരാനിരിക്കുന്ന രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് ലോകം മുഴുവൻ ഒരുങ്ങുന്ന പുണ്യദിനങ്ങൾ. ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മിശിഹ എന്നത് അവരുടെ വിമോചനത്തിൻ്റെ അടയാളം തന്നെയായിരുന്നു. പല രീതിയിലുള്ള അടിമത്തങ്ങളിലൂടെ കടന്നുപോയവർ അതിനെയൊക്കെയും അതിജീവിച്ചത് ഈ ഒരു സങ്കല്പത്തിലാണ്. തങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു രക്ഷകൻ വരുമെന്ന ബോധ്യം. അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു ജനനം. ഓരോ മനുഷ്യ സങ്കടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട്, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, മുന്നോട്ട് നടക്കുവാനായിട്ട് ബലമില്ലാതെ പോയവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് അവരുടെ യാത്രയ്ക്ക് ഊർജം നൽകി അവരെ മുന്നോട്ട് നയിക്കുന്ന വലിയ രക്ഷയുടെ സുദിനം. ഈ ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട്. അവൻ കടന്നു വരുന്ന വഴികൾ കൃപയുടെ വഴികളായിട്ട് മാറും. അവനോടൊപ്പം നടക്കുമ്പോൾ അത് കൃപയുടെ നടപ്പായിട്ട് മാറും. ആ ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കേണ്ടത്. കാത്തിരിക്കുന്ന ഒത്തിരി മനുഷ്യരുള്ള ലോകത്താണ് നമ്മളും കടന്നു പോകുന്നതെന്നറിയുക. ഉക്രൈനിലെ ജനത സമാധാനം കാത്തിരിക്കുന്നുണ്ട്. പലസ്തീനയിലെ ജനത സുരക്ഷ കാത്തിരിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ പല ഇടങ്ങളിലും ഭയത്തിൻ്റെ നിഴലിൽ നിന്ന് കരുണയിലേക്കും സുരക്ഷിതത്വത്തിലേക്കും ജനം കാത്തിരിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ യേശു പിറക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം. വിശപ്പകറ്റുവാനായിട്ട്, സങ്കടങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട്, മനുഷ്യൻ്റെ മഹത്വം തിരികെ നൽകുവാനായിട്ട് മിശിഹ അവതരിക്കേണ്ടതായിട്ടുണ്ട്. ആ പിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവട്ടെ ഈ ആഗമനകാലം. സങ്കടങ്ങളുള്ള ഈ ലോകത്ത്, യുദ്ധത്തിൻ്റെ ഭീതി നിലനിൽക്കുന്ന ഈ ലോകത്ത്, അരക്ഷിതാവസ്ഥയും അസമത്വവും നടമാടുന്ന ഈ ലോകത്ത് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നറിയുക. ആ രക്ഷകൻ ഹൃദയത്തിലേക്ക് എത്തട്ടെ. ആ രക്ഷകൻ ഭൂമിയിൽ പിറക്കട്ടെ. ആ രക്ഷകൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ. അവിടേക്ക് ക്രിസ്തുമസിൻ്റെ പുണ്യ ദിനങ്ങളിലേക്ക്, പുണ്യതയിലേക്ക്, കൃപയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കും. ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ക്രിസ്മസ് എന്നുള്ളത്. എമാനുവേൽ എന്ന പദം പോലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ വഴികളിൽ അവനുണ്ടെന്ന് ഉറപ്പാക്കാം. അങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയാത്തവർക്ക് ആത്മീയ ബലം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഏകാന്തതയുടെ വഴികളിൽ, രോഗത്തിൻ്റെ വഴികളിൽ, സന്തോഷമില്ലായ്മയുടെ വഴികളിൽ, യുദ്ധത്തിൻ്റെ വഴികളിൽ, കലാപത്തിൻ്റെ വഴികളിൽ തമ്പുരാൻ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി, പ്രത്യാശയോടുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ ഓരോ ദിനങ്ങളും ക്രിസ്മസ് ദിനങ്ങളായിട്ട് മാറും. ഓരോ ദിനങ്ങളും ക്രിസ്തു അനുഭവമായിട്ട് മാറും. ആ പിറവിയിലേക്കും ആ കാത്തിരിപ്പിലേക്കൊക്കെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. അവൻ പിറക്കട്ടെ. സകല മനുഷ്യരിലേക്കും, ലോകത്തിൻ്റെ 4 അതിരുകളിലേക്കും സ്നേഹത്തോടുകൂടി, കരുണയോടുകൂടി അവൻ പിറന്നു വീഴട്ടെ. ആമേൻ.